നമ്മൾ സ്ത്രീകൾക്ക് പീരിയഡ്സ് ഡേറ്റ് പലപ്പോഴും ഇറഗുലറായി വന്നിട്ടുണ്ടാവും. എന്നാൽ ഇതുപോലെ ഇറഗുലറായിട്ട് വരുന്നത് സ്ഥിരമായിട്ട് നിൽക്കുകയും എന്നാൽ പീരിയഡ്സ് വരാൻ താമസിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ഡോക്ടർ ആര്യ ഫ്രം ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്. ഇറഗുലർ പീരിയഡ്സ് അതായത് ആർത്തവം ക്രമമല്ലാതിരിക്കുക, ഇത് പല കാരണങ്ങൾ കൊണ്ടാവാം. മെയിനായിട്ട് അതായത് പ്രധാനമായിട്ട് പറയുന്നത് PCOD എന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാണ്. അതായത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിലാണ് കൂടുതലായിട്ട് നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള വരുന്ന പീരിയഡ്സ് ഉണ്ടാവുന്നത്. വേറെ എന്തെല്ലാം കാരണങ്ങളാണ് ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സിന് കാരണങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റായിട്ട് പറയുന്നത് നമുക്ക് മെയിനായിട്ട് 40 വയസ്സിന് ശേഷം സ്ത്രീകളിൽ പരമാവധി പേർക്ക് പീരിയഡ്സ് ഇറഗുലറായിട്ട് വരികയും മാസമുറ തെറ്റുകയും അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുകയും ബ്ലീഡിങ് കുറയുകയും ഇങ്ങനെ പല ഘടകങ്ങൾ കാണുന്നു. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർത്തവ വിരാമത്തിനോട് അടുക്കുമ്പോഴാണ് ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സിന് കാരണമാവുന്നത്. ഇതിനെ പെരിമെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നു. ഈ പെരിമെനോപോസൽ സ്റ്റേജിൽ ആർത്തവത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഇതൊരു രോഗാവസ്ഥയല്ല, നമ്മുടെ ഹോർമോണിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് മുഖേനയാണ് ഈ ആർത്തവത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കാണപ്പെടുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആൻസൈറ്റി, അഥവാ എന്തെങ്കിലും സ്ട്രെസ്സോ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പീരിയഡ്സിന് ഉണ്ടാവുന്ന വ്യതിയാനം. ഇത് കൂടുതലായിട്ട് മനസ്സിലാവുന്നത് ഒരു ടീനേജേഴ്സ് ഗേൾസിന് അവരുടെ എക്സാം അടുപ്പിച്ച് അവരുടെ പീരിയഡ്സ് ഡേറ്റ് തെറ്റുകയും എന്നാൽ എക്സാം അടുക്കുമ്പോൾ ആ എക്സാം ഡേറ്റിൽ അവർക്ക് പീരിയഡ്സ് വരുന്നതും നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ചില ഗേൾസിന് വുമൻസിന് അവരുടെ മാരേജ് ഡേറ്റിനോടനുബന്ധിച്ച് പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി വരുന്നതും പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് അതെല്ലാം നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ പീരിയഡ്സ് തെറ്റുന്നതാണ് അമിതമായിട്ടുണ്ടാകുന്ന വ്യായാമങ്ങൾ, അതുപോലെ നമ്മൾ എടുക്കുന്ന ക്രാഷ് ഡയറ്റ്, ഇവയെല്ലാം കൂടെ നമ്മൾ പോഷകക്കുറവ് കാരണം നമ്മുടെ ആർത്തവത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ കോപ്പർട്ടി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗർഭനിരോധന മരുന്ന് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആർത്തവത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ നമ്മുടെ ആർത്തവത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാണുന്നത് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷമാണ്. മുലയൂട്ടുന്ന അമ്മമാരിൽ കൂടുതലായിട്ട് ഈ ആർത്തവത്തിൻ്റെ വ്യതിയാനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അബോർഷൻ കഴിഞ്ഞതിന് ശേഷമെല്ലാം നമ്മുടെ പീരിയഡ്സ് ഡേറ്റ് ഇറഗുലർ ആയിക്കൊണ്ടിരിക്കും. പിന്നെ പറയുന്നത് എന്തൊക്കെ രോഗാവസ്ഥകളാണ് ഈ ആർത്തവത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് PCOD. എല്ലാവർക്കും അറിയാം, ഒരു മെയിൻ കാരണമാണ് നമ്മുടെ ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സിൻ്റെ കാരണം PCOD എന്ന് പറയുന്നത്, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസോർഡർ. ഈ സാഹചര്യത്തിൽ നമ്മുടെ ആൻഡ്രോജൻ ലെവൽ കൂടുകയും ഈസ്ട്രോജൻ ലെവൽ താഴുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫേഷ്യൽ ഹെയർ, ആക്നെ, കൊടവയർ എന്നിവയുണ്ടായി കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൂടാതെ തന്നെയാണ് നമ്മുടെ തൈറോയിഡിൽ ഉണ്ടാകുന്ന കംപ്ലയിൻസ്, ഹൈപ്പോ തൈറോയിഡിസം ആവാം. ഇതിലെല്ലാം നമ്മുടെ പീരിയഡ്സിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ഈ ഒരു തൈറോയ്ഡ് കംപ്ലയിൻറ്റ് നമ്മുടെ പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി ഉണ്ടാക്കുന്നു. മറ്റൊന്നാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. യൂട്രൈൻ ഫൈബ്രോയിഡ് കൂടുതലായിട്ട് ബ്ലീഡിങ് കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ പറയുന്നതാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. യൂട്രസ് അല്ലെങ്കിൽ വജൈനൽ ഏരിയസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ പീരിയഡ്സിനെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ PCOD ഉള്ള ഒരാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ 3 ഘടകങ്ങളാണ് ഇവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണ് അവർ സ്ഥിരമായിട്ട് ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഡെയിലി വ്യായാമം ചെയ്യണം. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ്. PCOD ഉള്ളവരും PCOD വരാൻ ചാൻസ് ഉള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നമ്മൾ ഒരു ദിവസം 6 നേരം ഭക്ഷണം കഴിക്കുക. അതായത് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് 3 നേരം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതാണ്. അത് ചുരുക്കിയിട്ട് നമ്മൾ ഒരു ദിവസം 6 നേരം ഫുഡ് കഴിക്കുക. അതെന്തേ ലഘൂകരിച്ചിട്ട് ആണ് കഴിക്കേണ്ടത്. കുറഞ്ഞ അളവിലാണ് നമ്മൾ ഈ 6 നേരമായിട്ട് കഴിക്കേണ്ടത്. അടുത്തത് പറയുന്നതാണ് പ്രോപ്പറായിട്ടുണ്ടാവുന്ന ഉറക്കം. ഒരു 10-ന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കണം. അതുപോലെ തന്നെ 7 മണിക്ക് മുന്നേ, രാവിലെ 7 മണിക്ക് മുന്നേ നമ്മൾ എണീറ്റിരിക്കണം. ഈ ഒരു സമയക്രമത്തിൽ നമ്മൾ എന്തായാലും ഉറക്കം കൊണ്ടുപോയിരിക്കണം. കാരണം പൊതുവേ ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം രാത്രി നിന്ന് പഠിച്ച് കൂടുതലായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻസുലിൻ മെറ്റബോളിസത്തെ താളം തെറ്റുകയും നമ്മൾ ആർത്തവത്തെ ഡിസോർഡർ ആക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഭക്ഷണക്രമത്തിൽ നമ്മൾ കൂടുതലായിട്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ പഞ്ചസാര അല്ലെങ്കിൽ മധുരമുള്ള പലഹാരങ്ങൾ അവ ഒഴിവാക്കുകയും, അതുപോലെ തന്നെ നമ്മൾ മധുരം ഒഴിവാക്കിയാലും ചിലർ
ചായയിലും കാര്യങ്ങളിലൊക്കെ തേൻ യൂസ് ചെയ്യും മധുരത്തിന് വേണ്ടി. പക്ഷേ ഇത് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും തേൻ, ഈന്തപ്പഴം എന്നിവയെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇതൊന്നും കഴിക്കേണ്ടാത്ത ഫുഡുകളാണ്. ഇനി എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. രാവിലെ നേരത്തെ, അതായത് 7 മണിക്ക് എണീറ്റിട്ട് നമുക്ക് ചായയോ അല്ലെങ്കിൽ കോഫിയോ കുടിക്കുന്നത് ശീലമുണ്ടെങ്കിൽ അവ മധുരവും പാലും യൂസ് ചെയ്യാതെ കട്ടനായിട്ട് ചായയോ കോഫി ആയിട്ടോ കുടിക്കുക. അതുപോലെ തന്നെ ഇവ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഉലുവ വെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ സാധാരണ ഇളം ചൂടുവെള്ളമോ കുടിക്കുന്നത് നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ടത് ചെറുപയർ, പരിപ്പ് എന്നിവയെല്ലാമാണ്. ഇവ മുളപ്പിച്ചായിട്ട് കഴിക്കുക, പുഴുങ്ങി കഴിക്കുക, അല്ലെങ്കിൽ ഈ ചെറുപയറെല്ലാം അരച്ചിട്ട് ദോശ രൂപത്തിൽ ചുട്ട് കഴിക്കുക. ഇതിലേക്ക് കറി എന്ന് പറയുന്നത് എഗ് വൈറ്റോ അല്ലെങ്കിൽ പനീറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അതെല്ലാം കൂടാതെ നമുക്ക് ഓട്സ്, വെജിറ്റബിൾസ് അങ്ങനത്തെ എല്ലാം മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡഡ് ആക്കാം. പിന്നെ ഒരു 11 മണി ആ സമയത്ത് നമ്മൾ ഇൻക്ലൂഡഡ് ആക്കേണ്ടതാണ് മോര്, നാരങ്ങ വെള്ളം. ഇതിൻ്റെ കൂടെ വല്ല നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആക്കേണ്ടതാണ്. പിന്നെ ഒരു ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് ചോറ് കഴിക്കുന്നത് നല്ലതാണ്. അതെന്ന് പറയുന്നത് റെഡ് റൈസ് ആയാൽ കുറച്ചുകൂടെ നല്ലതാണ്. അതൊരു പാകത്തിന് കഴിക്കണം. നമ്മളൊരു പിടി ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് കൂടുതലായിട്ട് വെജിറ്റബിൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കറികൾ, അതായത് നമ്മൾ അവിയൽ, സാമ്പാർ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ട് കഴിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ സ്ഥിരമായിട്ട് ഇലക്കറികളും ഒരു തോരൻ ഉണ്ടാവുകയും ചെയ്യണം. ഇത് കൂടാതെ നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും മോര് ഇൻക്ലൂഡഡ് ആക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഡൈജഷനും കാര്യങ്ങൾക്കും എല്ലാത്തിനും നല്ലതാണ്. ഇനി ഒരു ഈവനിങ് സമയത്ത് നമ്മൾ എന്താ കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ മധുരം ഇടാത്തയോ തേനിടാത്തയോ ഇവയെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഒപ്പം എന്തെങ്കിലും നട്ട്സോ വാൾനട്ട്, ആൽമണ്ട് അല്ലെങ്കിൽ കപ്പലണ്ടി പോലുള്ള നട്ട്സ് കാര്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് പറയുന്നത് അത്താഴം കഴിക്കേണ്ട രീതിയാണ്. ഒരു 7:30 മുന്നേ നമ്മൾ അത്താഴം കഴിച്ചിരിക്കണം. അത് ഹെവി ആയിട്ട് കഴിക്കാതെ ലൈറ്റായിട്ട് വെജിറ്റബിൾസ്, സാലഡ്സ് പോലുള്ളത് കഴിക്കുക. ഇനി ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും, കുറച്ച് എഗ് വൈറ്റോ അല്ലെങ്കിൽ ഫിഷോ അങ്ങനെ വല്ലതും ആഡ് ചെയ്യുക. റൈസ് കാര്യങ്ങളൊന്നും കൂട്ടാതെ തന്നെ വെജിറ്റബിൾസ്, എഗ്ഗ്, ഫിഷ് എന്നിവ കഴിച്ചിട്ട് നമ്മളൊരു 7:30 മുന്നേ ഫുഡ് കഴിക്കണം. പിന്നീട് ശേഷം പലർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ കുടിക്കുക. പ്രോപ്പറായിട്ട് ഈ ഡയറ്റ് പ്ലാനിൻ്റെ ഒപ്പം നമ്മൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് വ്യായാമങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കൺസൾട്ടേഷനോ നേരിട്ടുള്ള കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.